ബാലഗോപാലിലേക്ക് കൂടി ബാലഗോപാൽ പൂഞ്ചിൽ ജീവൻ പണയം വെച്ചു നിൽക്കുന്ന അവസ്ഥ എന്ന് തന്നെ പറയാം. കാരണം അത്രയേറെ സങ്കീർണമായ ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പ്രേക്ഷകരെ കൂടി ഓർമ്മിപ്പിക്കുന്നു, പ്രത്യേകിച്ചും അതിർത്തി മേഖലകളിലൊക്കെ താമസിക്കുന്ന മലയാളികളുണ്ടെങ്കിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ ഏതെങ്കിലും നിലയിലുള്ള നീക്കങ്ങളെ പ്രതിപാദിക്കുന്ന നിലയിലുള്ള ദൃശ്യങ്ങളോ ഒന്നും ദയവായി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാതിരിക്കുക. ഈ മറുപടി കൊടുക്കുന്നത്, ആകാശത്ത് തകർക്കുന്നത് ആണ് ദൃശ്യങ്ങൾ നമുക്ക് ഇതുവരെ വന്നത്. പക്ഷേ കരയിലൂടെയുള്ള സൈനിക നീക്കങ്ങളോ അല്ലെങ്കിൽ സൈനിക വാഹനങ്ങളുടെ യാത്രയെക്കുറിച്ചുള്ള വിവരങ്ങളോ മറ്റോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാതിരിക്കുക എന്നത് നമ്മൾ ഇപ്പോൾ കാണിക്കേണ്ട ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ബാലഗോപാൽ പൂഞ്ചിൽ നിന്ന് തുടരുന്നുണ്ട്. ബാലു, ഹോട്ടലിനകത്ത് സുരക്ഷിതരായി ഇരിക്കുക. എന്താണ് അവിടെ നമുക്ക് കേട്ടറിയാൻ കഴിയുന്ന കാര്യങ്ങൾ? ഏതെങ്കിലും രീതിയിൽ വീണ്ടും സൈറണുകൾ മുഴങ്ങിയോ? ഇപ്പോഴും ബ്ലാക്ക് ഔട്ട് തുടരുന്നോ? ഏതെങ്കിലും രീതിയിലുള്ള സ്ഫോടന ശബ്ദങ്ങൾ കേട്ടോ? ഈ ബ്ലാക്ക് ഔട്ട് തുടരുകയാണ്. നമുക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് ഈ വെടിവെപ്പിൻ്റെ ശബ്ദം മാത്രമാണ് കേൾക്കാൻ വേണ്ടി കഴിയുന്നത്. അതിനപ്പുറത്തേക്ക് വേറെ ശബ്ദങ്ങൾ, അതായത് ഈ നിരത്തുകളൊക്കെ ഏറെക്കുറെ വിജനമാണ്. നമുക്ക് ഹോട്ടൽ മുറിയിൽ നിന്ന് പുറത്തേക്ക് നോക്കി കഴിയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും. കാരണം ഈ നിരത്തുകളൊക്കെ പൂർണ്ണമായും വിജനമാണ്. ഒരു വീട്ടിൽ നിന്നും അല്ലെങ്കിൽ ഒരു കെട്ടിടത്തിൽ നിന്നും ഈ ലൈറ്റോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇൻവേർട്ടർ ഉപയോഗിച്ച് പോലും ഈ ലൈറ്റ് പ്രവർത്തിപ്പിക്കരുത്. ഒരു കാരണവശാലും ഈ വെളിച്ചം നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഉണ്ടാകരുത് എന്ന കർശനമായ നിർദ്ദേശമാണ് ഈ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏറെക്കുറെ വിജനവും എന്ന് മാത്രമല്ല പൂർണ്ണമായ ഒരു ഇരുട്ടിലാണ് ഈ ജമ്മുവിലെ ഏതാണ്ട് എല്ലാ പ്രദേശങ്ങളും എന്ന് തന്നെ പറയാൻ വേണ്ടി കഴിയും. ഞാനിപ്പോൾ ഉള്ള പൂഞ്ച് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ആ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. ഇടയ്ക്ക് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ രാജ്യാന്തര ഈ നിയന്ത്രണ രേഖയ്ക്ക് സമീപത്ത് നിന്ന് ചില ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അത് വെടിവെപ്പിൻ്റെ ശബ്ദമാണ് എന്നാണ് തോന്നുന്നത്. പക്ഷേ അത് നമുക്ക് കൃത്യമായി, അതായത് ഔദ്യോഗികമായ ഒരു കൺഫർമേഷൻ നമുക്കത് പറയാൻ വേണ്ടി കഴിയില്ല. അത് ഇടയ്ക്കിടയ്ക്ക് വിട്ടുവിട്ട് മാത്രമാണ് അത് കേൾക്കാൻ വേണ്ടി കഴിയുകയും ചെയ്യുന്നത്. ഇതിനിടയിൽ ഈ കൂടുതൽ വിവരങ്ങൾ, അതായത് ഈ ജമ്മുവിലെ ഉധംപൂർ അതുപോലെ തന്നെ ജമ്മു തുടങ്ങിയ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന ഡ്രോൺ അറ്റാക്ക്, പാകിസ്ഥാൻ നടത്തിയ ഡ്രോൺ അറ്റാക്കിന് ശക്തമായ മറുപടി ഇപ്പോൾ ഇന്ത്യ നൽകിയിട്ടുണ്ട്. ഈ പാകിസ്ഥാൻ്റെ ഈ പ്രകോപനത്തിന് ശക്തമായ തിരിച്ചടി ഇന്ത്യൻ സൈന്യം നൽകും എന്ന വാർത്തകളും അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഈ അതിർത്തി മേഖലകളിൽ കൂടുതൽ ഒരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകാനാണ് സാധ്യത. നിലവിൽ ശ്മശാനമൂകമായ ഒരു അന്തരീക്ഷം എന്ന് തന്നെ പറയാൻ വേണ്ടി കഴിയും. കാരണം ഒരിടത്തു നിന്നും മറ്റേതെങ്കിലും ശബ്ദമോ അല്ല വെളിച്ചമോ ഒന്നും തന്നെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നില്ല. ഈ എവിടെയാണോ ആൾക്കാരുള്ളത് അവിടെ തന്നെ തുടരുവാൻ, അതായത് വീടുകളിലും അല്ലെങ്കിൽ ഹോട്ടലുകളിലും ഒക്കെ ആണെങ്കിൽ അവിടെ നിന്ന് പുറത്തേക്ക്, സ്വന്തം മുറികളിൽ നിന്ന് പോലും പുറത്തേക്ക് വരരുത് എന്നാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. നിരത്തുകളിൽ ഈ സൈനിക വാഹനങ്ങളിൽ ഈ സൈന്യത്തിൻ്റെ കോൺവോയും മറ്റും പോകുന്നത് നമുക്ക് കാണാം. ദിവിഷ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത് ഓപ്പറേഷണൽ കാര്യമാണ്. അത് ഒരു കാരണവശാലും നമ്മൾ അതിൻ്റെ ദൃശ്യങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അത് കാണിക്കാനോ പാടില്ല. കാരണം അത് ഇന്ത്യയുടെ ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന വിഷയമാണ്. എന്നിരുന്നാൽ കൂടി നമുക്ക് ഇത്ര മാത്രം പറയാം, അതായത് കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. വലിയ തോതിലുള്ള സുരക്ഷാ വിന്യാസവും ഈ മേഖലകളിലുണ്ട്. ഈ ബ്ലാക്ക് ഔട്ട് ഏതാണ്ട് 2 മണിക്കൂറിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുകയാണ്. യെസ്, ബാലഗോപാൽ ഗ്രൗണ്ട് സീറോയിൽ നിന്നാണ്, പൂഞ്ചിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അത്യധികം സങ്കീർണമാണ് ഈ രാത്രി. ഇന്ത്യ കനത്ത ആക്രമണം ഇപ്പോൾ പാക് നഗരങ്ങൾ, 4 പാകിസ്ഥാൻ നഗരങ്ങൾ കേന്ദ്രീകരിച്ച്, ഇസ്ലാമാബാദ്, കറാച്ചി, ലാഹോർ, സിയാൽകോട്ട്, 4 പാകിസ്ഥാൻ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് കനത്ത ഡ്രോൺ ആക്രമണം, അടിക്ക് തിരിച്ചടി എന്ന മട്ടിലാണ്. പാകിസ്ഥാനിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള പ്രകോപനത്തിന് കനത്ത തിരിച്ചടി നൽകുകയാണ് ഇന്ത്യൻ സേനകൾ. ഇപ്പോൾ പാക് പൈലറ്റ് പിടിയിലായിരിക്കുന്നു. അതും F-16 പൈലറ്റാണ് പിടിയിലായത്. രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ എന്നുള്ളതാണ് വിവരം. ഇന്ത്യയെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട വിജയമാണത് എന്ന് പറയാം. അഭിനന്ദൻ വർദ്ധമാനെ ഓർക്കുന്നുണ്ടാവും. 2019 അതിന് സമാനമായ വിധത്തിൽ പാകിസ്ഥാന്റെ F-16 പൈലറ്റ് ഇന്ത്യയുടെ കസ്റ്റഡിയിലായിരിക്കുന്നു.